ചേലക്കരയുടെ ഫാഷൻ ഇനി അടിമുടി മാറും. അതെ, നമ്മളുടെ ചേലക്കരയിൽ VK സിൽക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് വെയർ വമ്പൻ കളക്ഷൻസും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തിരഞ്ഞെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡി ഡിസൈനുകളും ഫാഷൻ സ്റ്റൈലുകളും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. തിരുവില്ലാമല ടൗൺ സെന്ററിൽ HDFC ബാങ്കിന് മുന്നിലെ ബ്യൂട്ടിഫിക്കേഷൻ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് പതിക്കാവുന്ന രീതിയിലുള്ള പോസ്റ്റ് അടിയന്തര നടപടി സ്വീകരിച്ച് സുരക്ഷിതമാക്കണമെന്ന് ഓട്ടോ തൊഴിലാളികളും പ്രദേശവാസികളും വ്യാപാരികളും അധികൃതരോട് ആവശ്യപ്പെട്ടു. തിരുവില്ലാമല ടൗൺ സെന്ററിൽ HDFC ബാങ്കിന് മുന്നിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റാണ് നിലം പതിക്കാറായ രീതിയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തുള്ള റോഡരികിലെ മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റുന്നതിനിടെ മരക്കൊമ്പ് വൈദ്യുത കേബിളിൽ വീണതാണ് പോസ്റ്റിന്റെ അസ്ഥിവാരമിളകി പോസ്റ്റ് വീഴാറായ അവസ്ഥയിലായത്. ഇപ്പോൾ എർത്ത് പൈപ്പിന്റെ ഒരു കമ്പിയുടെ പിടുത്തത്തിലാണ് പോസ്റ്റിന്റെ നിൽപ്പ്. ഈ ബ്യൂട്ടിഫിക്കേഷൻ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥിതി ചെയ്യുന്നതിന്റെ സമീപത്തു തന്നെ പെട്ടി ഓട്ടോറിക്ഷകളും മറ്റും പാർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പലവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന നിരവധി വാഹനങ്ങളും വഴിയാത്രക്കാരും അപകടത്തിൽ അകപ്പെടുവാൻ സാധ്യത ഏറെയാണ്. HDFC ബാങ്കിന്റെ ATM തൊട്ടാണ് ഞങ്ങൾ പച്ചമരുന്ന് കട. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്, പെട്ടി ഓട്ടോ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. അത് അപ്പുറത്ത് മരം വെട്ടുമ്പോൾ മറ്റേ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ വീണിട്ടാണ് ഈ പോസ്റ്റിലേക്ക് ഈ ചായ് വന്നത്. അങ്ങനെ അവിടുത്തെ ആളുകളുടെ കണക്ഷൻ വിട്ടിട്ട് പൊട്ടി വീണിരുന്നു. ആ പൊട്ടി വീണ വിവരം ഞങ്ങൾ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ വന്ന് നോക്കുമ്പോൾ കറണ്ടുള്ള സപ്ലൈ ഉള്ള ഇതാണ് പൊട്ടി വീണത്. ആ പൊട്ടി വീണത് അവർ അപ്പം തന്നെ ഉടനെ വന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ പോസ്റ്റ് ഇപ്പം നിൽക്കുന്നത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. എപ്പോഴാണ്ട് കാറ്റ് വീശിയാൽ അപ്പോൾ ആ പോസ്റ്റ് വീണ് കഴിഞ്ഞാൽ ആരുടെ തലയ്ക്ക് വീടെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റി വയ്ക്കാൻ അറിയാണ്ട് നല്ല, പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നം വേറൊന്നും മാറില്ലോ. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ ഇവിടെ വണ്ടികളും കാര്യങ്ങളും മോട്ടോർ സൈക്കിളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ്. പോസ്റ്റ് നിലം പതിച്ചാൽ വലിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന് വ്യാപാര സ്ഥാപന ഉടമകളും ഓട്ടോ തൊഴിലാളികളും CCVയോട് പറഞ്ഞു. ഇവിടെ പല കടകളും ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പലരും ATMലേക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത്. ആരുടെങ്കിലും എത്തി പോസ്റ്റ് വീണ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ചെറിയൊരു കേബിളിലാണ് ആ കമ്പി നിൽക്കുന്നത്. പോസ്റ്റ് അതെന്തെങ്കിലും വീണ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ അത് കാണണം. ഈ കാണണം നമ്മൾ തന്നെ വലിച്ചിട്ട് പോകാനും കാര്യങ്ങളൊക്കെ നിൽക്കണം. പിന്നെ അത് ആദ്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഉള്ളവർ വരുള്ളൂ. പക്ഷെ നമ്മളത് മാറ്റി വയ്ക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് ഞങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഭവിഷ്യത്തിന് ഒരു ബുദ്ധിമുട്ട് വരും. എന്താ വെച്ചാൽ നമ്മളെ പൊട്ടിച്ച് മാറ്റി കൊണ്ട ഒരു ഇത് വരും. ആ പോസ്റ്റ് ഞങ്ങൾ ഇവിടെ നാട്ടാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പോയി കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് ഇവിടെ കുത്താൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് അവിടെ അവർ കുഴി കുത്തിയുള്ളൂ. എന്നിട്ട് അത് മൂടിയിട്ട് ഇവിടെ കുത്താൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് നിയമ നടപടി എടുക്കും, അങ്ങനെ എന്നൊക്കെ ഒരു കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വേറൊരാളിനെ കൊണ്ടുതന്നെ വീണ്ടും മാന്തിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മാന്തിച്ചിട്ടാണ് പിന്നെ അവിടെ നിർത്തി കൊടുത്തത്. ഇവർ ഒരു കാര്യം പറയണത് എന്താണെന്ന് മാത്രം ഒന്നും അംഗീകരിക്കണില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യം പഞ്ചായത്തേക്ക് വിളിച്ചു. പഞ്ചായത്തിൽ പോയിട്ട് കണ്ട ആളടുത്ത് പറയുകയും ചെയ്തു. പോസ്റ്റ് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ കൺമുന്നിലുള്ള ഈ പോസ്റ്റിന്റെ അവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ചിലാണ് ബിലോദ്രിനാഥ ക്ഷേത്രാങ്കണം മുതൽ ടൗണിലൂടെ 48 ബ്യൂട്ടിഫിക്കേഷൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. CCV ന്യൂസ്, തിരുവല്ലോമല.